ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് വന്നിട്ടുള്ളത് ചിക്കൻ സ്റ്റൂവിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു ചിക്കൻ സ്റ്റൂവിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടി അതിനെ കുറച്ച് വെജിറ്റബിൾസ് വേവിക്കുകയാണ്. 3 ഉരുളൻകിഴങ്ങും 2 ക്യാരറ്റും ഒന്ന് കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ ഒരു വലിയ സൈസ് സവാളയും 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത്, 1 ടീസ്പൂൺ കുരുമുളക്, 1/2 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഓൾ സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് 2 വലിയ സൈസ് സവാള അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കണം. സവാള വളരെ നൈസായിട്ട് അരിഞ്ഞെടുത്തതാണ്, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. നമ്മുടെ അപ്പത്തിന് ഇടിയപ്പത്തിനൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ ഈ ചിക്കൻ സ്റ്റൂ. സവാളൊക്കെ ഇവിടെ നന്നായിട്ടൊന്ന് വഴണ്ടി വരുന്നുണ്ട് കേട്ടോ. അതൊന്ന് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച പൊട്ടാറ്റോ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കണം. അപ്പോൾ നമ്മുടെ പൊട്ടാറ്റോ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു കയ്യിൽ വെച്ചിട്ട് കുറച്ചൊന്ന് ഉടച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറി നല്ല തിക്കായി കിട്ടും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്ന് കൈകൊണ്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ച് കൊടുക്കാം. ഇനി നമ്മൾ വേവിച്ച് വെച്ച ചിക്കനാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ചിക്കൻ അതിൻ്റെ വെള്ളത്തോടൊക്കെ തന്നെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് വേവിച്ച് വെച്ച ക്യാരറ്റും എരിവിന് ആവശ്യമുള്ള പച്ചമുളകും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് ഉടച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ക്യാരറ്റ് അങ്ങനെ കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാൻ നല്ല രസമുണ്ടാവും. പിന്നെ നമ്മൾ ഇതിലേക്ക് തേങ്ങയുടെ 2ാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 2ാം പാലും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിന് എരിവിന് നമ്മൾ മുളക് പൊടി ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. പച്ചമുളകിൻ്റെ പെപ്പർ പൗഡറിൻ്റെ എരിവ് മാത്രമാണ് ഇതിലുള്ളത്. അതുകൊണ്ട് തന്നെ മസാല അധികം ഇഷ്ടമില്ലാത്തവർക്കൊക്കെ ഈ കറി നല്ല ഇഷ്ടമാവും. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് കുക്കായി വരട്ടെ. പിന്നീട് ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണും കൂടി പെപ്പർ പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് 1/2 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ലാസ്റ്റ് തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരിക്കലും കുക്ക് ചെയ്തെടുക്കരുത് കേട്ടോ. ഈ തേങ്ങാപ്പാൽ തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്ന് ചൂടായി വന്നാൽ മാത്രം മതി. അപ്പോൾ നമ്മളുടെ സ്വാദിഷ്ടമായ ചിക്കൻ സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമുക്ക് ഇതിലേക്ക് നെയ്യിൽ കാഷ്യൂനട്ടും കിസ്മിസും കൂടി ഒന്ന് വറുത്തിട്ടും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാഷ്യൂനട്ടും കിസ്മിസൊന്നും കറിയിൽ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ലാസ്റ്റ് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചൂട് കൊടുക്കേണ്ട ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഈ കറി നല്ലൊരു ടേസ്റ്റാണ്, നല്ലൊരു ഫ്ലേവർ ആട്ടോ നെയ്യും കൂടി ലാസ്റ്റ് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊന്നും കമൻറ്റായി അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടി ചെയ്യണം.